Hi dears, welcome back to RKNX. എല്ലാവർക്കും RKNXലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഏസാർ ന്യൂസ് ആണ്. അപ്പോൾ നമ്മുടെ +2 ഓണ പരീക്ഷ, അതായത് നമ്മുടെ ബയോളജിയുടെ എക്സാം ആണ് നമ്മൾ നാളെ എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പോൾ മക്കൾക്ക് അറിയാലോ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ചോദ്യങ്ങളെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് A+ഉം ഫുൾ മാർക്കും നഷ്ടപ്പെടുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോടാ അല്ലെ. നമുക്ക് എല്ലാ 1 മാർക്ക് ചോദ്യങ്ങളും ശരിയാവണ്ടേ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. സോ മിസ്സിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ മിൽക്ക് produced during the initial few days of lactation is called as. അതായത് ഒരു പ്രസവത്തിന് ശേഷം അല്ലെ കുഞ്ഞിന് നമ്മൾ എന്ത് കൊടുക്കണം, പാല് കൊടുക്കണം. അപ്പൊ ആദ്യം ചുരത്തുന്ന ആ ഒരു മിൽക്ക്, ആ മിൽക്കിനെ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഇസ് കോൾഡ് ആസ് കൊളോസ്ട്രം അല്ലെ. ഈ പാല് കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം. ബിക്കോസ് ഇതിൽ ധാരാളം IgA ആന്റിബോഡീസ് ഉണ്ട്. ഇത് കുട്ടികൾക്ക് എന്ത് നൽകുന്നു? ഇമ്മ്യൂണിറ്റി നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കടാ. ഡിഫറെന്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ ഗിവൺ ബിലോ, പിക്ക് ഔട്ട് ദി ഓഡ് വൺ. അപ്പൊ നമുക്ക് ഇവിടെ 4 കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് തന്നിട്ടുണ്ട് അല്ലെ. കോപ്പർ ടി, മൾട്ടിലോഡ് 375, സഹേലി, ലിപ്പസ് ലൂപ്പ് അല്ലെ. 4 തന്നിട്ടുണ്ട്. പിക്ക് ഔട്ട് ദി ഓഡ് വൺ. അപ്പൊ ഇവിടെ നിങ്ങൾ കാരണം എഴുതണ്ട, ജസ്റ്റിഫൈ ചെയ്യേണ്ട. ഓഡ് വൺ ഏതാന്ന് മാത്രം പിക്ക് ചെയ്താൽ മതി അല്ലെ. പക്ഷെ മിസ് കാരണം എന്താന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കട. ഇപ്പൊ കോപ്പർ ടി ആയിക്കോട്ടെ, മൾട്ടിലോഡ് 375 ആയിക്കോട്ടെ, ലിപ്പസ് ലൂപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കോപ്പർ റിലീസിങ് IUDs ആണ്. ഓക്കെ, ഇതൊക്കെ കോപ്പർ റിലീസിങ് IUDs ആണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. സഹേലി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കോൺട്രാസെപ്റ്റീവ് പില്ലാണ് അല്ലെ. ഇതൊരു ഓറൽ പില്ലാണ്. ഓക്കെ, ഇതെന്താണടാ? ഇതൊരു ഓറൽ പില്ലാണ്. ഇതാണ് വ്യത്യാസം. ഓക്കെ, സോ ദ ഓഡ് വൺ ഇസ് സഹേലി. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കടാ. ZZZW മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇസ് സീൻ as. ZZZW മെക്കാനിസം അല്ലെ. ഈ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം നമ്മൾ പഠിച്ചിരിക്കുന്നത് ബേർഡ്സിലല്ലേ, ബേർഡ്സിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മെയിൽ ഹെറ്ററോഗാമിറ്റി ആണോ ഫീമെയിൽ ഹെറ്ററോഗാമിറ്റിന്റെ എക്സാമ്പിൾ ആയിട്ടാണോ നമ്മൾ പഠിച്ചത്? ഇറ്റ് ഇസ് an example for ഫീമെയിൽ ഹെറ്ററോഗാമിറ്റി അല്ലെ. ഫീമെയിൽ ഹെറ്ററോഗാമിറ്റി. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Yes, during luteal phase of menstrual cycle, Graafian follicle transforms into. അതായത് luteal phase-ന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ Graafian follicle എന്തായിട്ട് മാറും? ഓക്കെ, corpus luteum അല്ലേ. It transforms into corpus luteum. ഈ corpus luteum ആണ് പ്രഗ്നൻസിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് നടക്കുന്നത് ഓവുലേഷന് ശേഷമാണ് കേട്ടോ. ഓക്കെ, യെസ്, സെറ്റ് ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. Okay, the fifth question ആണ് fertilization takes place in. Fertilization എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? അതായത് നോക്കിക്കടാ, ഇത് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ. ആൻഡ് ദിസ് കോൾഡ് ആസ് ആംപ്യുള്ളറി റീജിയൻ അല്ലേ. ആംപ്യുള്ളയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെലോപ്പിയൻ ട്യൂബിന്റെ ആംപ്യുള്ളയിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, നോക്കിക്കേ. ഇത് ആംപ്യുള്ള ആണെങ്കിൽ ഈ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഇൻഫണ്ടിബുലം എന്നല്ലേ വിളിക്കുക. It is infundibulum, that is close to the ovary അല്ലേ. യൂട്രസിനോട് ചേർന്ന് കാണുന്ന ഭാഗം എന്താണ്? അത് isthmus ആണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? isthmus എന്ന് വിളിക്കും അല്ലെ. ഇതിന്റെ രണ്ടിന്റെയും നടുക്കുള്ള ഭാഗമാണ് ആംപ്യുള്ളറി റീജിയൻ. അവിടെ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്. അടുത്ത എക്സ്പാൻഡ് RCH ആൻഡ് IMR എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ RCH? RCH റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം അല്ലടാ. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യെസ്, RCH എന്ന് വിളിക്കുന്നത്. അപ്പൊ IMR എന്താ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ. IMR എന്ന് പറയുന്നത് എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഓക്കെ, MMR എന്താണ്? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ്. അടുത്തത് 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ. ആരാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൊപ്പോസ് ചെയ്യുന്നത്? സട്ടൺ ആൻഡ് ബോവറി. ഇതിന്റെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? ഇറ്റ് ഇസ് എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ബൈ നമ്മുടെ TH മോർഗൻ അല്ലേ. യെസ്, അപ്പൊ ഇത് സട്ടൺ ആൻഡ് ബോവറി ആണ് കേട്ടോ. പ്രൊപ്പോസ് ചെയ്തത് സട്ടൺ ആൻഡ് ബോവറി ആണ്. മാറിപ്പോവരുത്, TH മോർഗൻ എഴുതി വെക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത 8th ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഡൈഹൈബ്രിഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ ഇസ്. ഫിനോട്ടിപ്പിക് റേഷ്യോ ഓഫ് എ ഡൈഹൈബ്രിഡ് ക്രോസ് 9:3:2
3:1 കണ്ടില്ലേ? അപ്പൊ നമ്മള് ഈ 3 ചാപ്റ്ററും സെറ്റ് ആക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇതുപോലെ 2 മാർക്ക് 3 മാർക്കിന്റെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഈ വീഡിയോസ് ഒക്കെ കൃത്യമായി കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Till then, ta-ta!